സജ്ജനങ്ങളെ, ഐശ്വര്യം വാരിവിതറുന്ന ശുക്രൻ. ശുക്രദശ 20 വർഷമാണ്. ശുക്രദശയിൽ സന്തുഷ്ടമായ കുടുംബജീവിതം, സന്തതി ലാഭം, ഭാഗ്യവർധന, ബഹുജനസമ്മതി, കീർത്തി, പലവിധത്തിലുള്ള സാമ്പത്തിക നേട്ടങ്ങൾ, വാഹനലാഭം, കലാസാഹിത്യ അവാർഡുകൾ ഇവ ലഭിക്കും. കച്ചവട സംബന്ധമായ നേട്ടങ്ങൾ ഏറെ ഉണ്ടാകും. ചെറുപ്പകാലത്താണെങ്കിൽ ശുക്രദശയിൽ വിവാഹം തന്നെ നടക്കും. എന്നാൽ ചില മനോവികാരങ്ങൾക്ക് അടിമപ്പെട്ട് പ്രയാസമുണ്ടാകുവാനുമുള്ള സാധ്യതയുണ്ട്. പരമോച്ചത്തിൽ നിൽക്കുന്ന ശുക്രൻ്റെ ദശയിൽ മുകളിൽ പറഞ്ഞ ഏറ്റവും ശ്രേഷ്ഠമായ ഫലങ്ങൾ സിദ്ധിക്കും. എന്നാൽ പരമോച്ചം കഴിഞ്ഞ് ഉച്ചത്തിൽ നിൽക്കുന്ന ശുക്രൻ്റെ ദശയിൽ എല്ലാ ഗുണാനുഭവങ്ങളും സിദ്ധിക്കുമെങ്കിലും സ്ത്രീ സംഗമം മൂലമുള്ള ദ്രവ്യനഷ്ടവും ദുരാചാരവും പലവിധത്തിലുള്ള സ്ത്രീ സംബന്ധമായ ദുഃഖങ്ങളും മാതാപിതാക്കൾക്ക് നാശവും സംഭവിക്കും. നീചത്തിൽ നിൽക്കുന്ന ശുക്രൻ്റെ ദശയിൽ ധനഹാനി, ഭാര്യ പുത്രാദികൾക്ക് ദുഃഖം, പരസ്ത്രീ സംഗമം മൂലമുള്ള രോഗങ്ങൾ, വ്യർത്ഥമായ അധ്വാനം എന്നിവയും ഫലമാണ്. നീചത്തിൽ നിൽക്കുന്ന ഒരു ഗ്രഹത്തോട് ചേർന്ന് നിൽക്കുന്ന ശുക്രൻ്റെ ദശയിൽ അപവാദം, ഭയം അഥവാ മരണം, ദോഷഫലങ്ങൾ ഉണ്ടാകും. ശുഭഗ്രഹത്തോട് ചേർന്ന് നിൽക്കുന്ന ശുക്രൻ്റെ ദശ അത്യന്തം ശോഭനമായിരിക്കും. പാപഗ്രഹത്തോട് ചേർന്ന് നിൽക്കുന്ന ശുക്രൻ്റെ ദശയിൽ കുടുംബകലഹവും ഭാര്യ വിരഹവും സംഭവിച്ചേക്കാം. ശത്രു ക്ഷേത്രത്തിൽ നിൽക്കുന്ന ശുക്രൻ്റെ ദശയിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിണങ്ങിക്കഴിയേണ്ടി വരും. സ്വക്ഷേത്രത്തിൽ നിൽക്കുന്ന ശുക്രൻ്റെ ദശയിൽ ഭാര്യാപുത്രാദികൾക്ക് സൗഖ്യവും ക്രയവിക്രയങ്ങളിലുള്ള സാമർഥ്യവും ധനവർദ്ധനവുമാണ് ഫലം. ലഗ്നത്തിൽ നിൽക്കുന്ന ശുക്രൻ്റെ ദശയിൽ കാര്യസിദ്ധിയും സർക്കാർ ജോലിയും ആരോഗ്യം, സുഖം, വിദ്യാവർദ്ധനവ് എന്നിവയും ഉണ്ടാകും. പാപഗ്രഹങ്ങളോട് ചേർന്ന് പാപഗ്രഹങ്ങളെ അപേക്ഷിക്കപ്പെട്ടോ നിൽക്കുന്ന ശുക്രൻ്റെ ദശയിൽ ഭാര്യയുമായി വിരോധത്തിൽ കഴിയും. ശുഭഗ്രഹത്താൽ വീക്ഷിക്കപ്പെട്ട ശുക്രൻ്റെ ദശയിൽ പലവിധ ഗുണാനുഭവങ്ങൾ സിദ്ധിക്കും. ശുക്രന് പാപത്വം സംഭവിച്ചാൽ ഭാര്യാസുഖം വളരെ കുറയും. ബന്ധുജനങ്ങളുടെ അപ്രീതിക്ക് പാത്രമാകും. വക്രത്തിൽ നിൽക്കുന്ന ശുക്രൻ്റെ ദശയിൽ സന്തുഷ്ടമായ ദാമ്പത്യ ജീവിതവും നല്ല കളത്രാനുഭവവും വാഹന ലാഭവും ധനവും സിദ്ധിക്കും. മൗഢ്യമുള്ള ശുക്രൻ്റെ ദശയിൽ പഴകിയ ഗ്രഹത്തിൽ താമസിക്കുവാനോ വ്യവഹാരത്തിൽ നഷ്ടം സംഭവിക്കാനോ ഭാര്യയ്ക്ക് ദുരിതവും ദാരിദ്ര്യവും ഉണ്ടാകുവാനോ സാധ്യതയുണ്ട്. ഇടവം, തുലാം രാശികളിൽ ശുക്രൻ നിൽക്കുന്നവർക്ക് സ്വന്തം പരിശ്രമം കൊണ്ട് നേടിയ ധനം കൊണ്ട് സുഖജീവിതം നയിക്കും. ബുദ്ധി സാമർഥ്യവും കഴിവും ഉണ്ടാകും. കലാവാസനയും പ്രശസ്തിയുമുള്ളവരും സ്വജനങ്ങളിൽ പ്രധാനിയുമാകും. മിഥുനം രാശിയിലാണ് ശുക്രനെങ്കിൽ ഗവൺമെൻറ് ജോലിയിൽ ഏർപ്പെടുകയും ധനികനും കലാവാസനയുമുള്ളവനുമായിരിക്കും. ചിങ്ങൻ രാശിയിലാണ് ശുക്രനെങ്കിൽ സ്ത്രീ വഴിയായി ധനം നേടും. ശ്രേഷ്ഠയായ ഭാര്യയെ ലഭിക്കും. സന്താനങ്ങൾ കുറയാനുള്ള സാധ്യതയുണ്ട്. ധനുരാശിയിലാണ് ശുക്രനെങ്കിൽ സൽസ്വഭാവിയും സദാചാരനിഷ്ഠയിലുള്ളവനും അതുനിമിത്തം ബഹുമാനിക്കപ്പെടുന്നവനുമായിരിക്കും. കൂടാതെ നല്ല രീതിയിൽ ധനവും നേടുവാൻ സാധിക്കും. മീനൻ രാശിയിലാണ് ശുക്രനെങ്കിൽ അറിവുള്ളവനും ശ്രേഷ്ഠനും ഗവൺമെൻറ് തലത്തിൽ ബഹുമാനിക്കപ്പെടുന്നവനും എല്ലാവർക്കും പ്രിയപ്പെട്ടവനുമായിരിക്കും. നിങ്ങളുടെ ജാതകത്തിലെ ശുക്രൻ അനുഗ്രഹം തരുന്ന രാശിയിലാണോ എന്നും ഭാവത്തിലാണോ എന്നും പരിശോധിക്കുക. അതനുസരിച്ചുള്ള മറ്റു വഴിപാടുകൾ നേർന്ന് ശുക്രൻ്റെ അനുഗ്രഹങ്ങൾ നേടുക. ഈ ഭൂമിയിലെ സകല മനുഷ്യർക്കും ശുക്രൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുമാറാകട്ടെ എന്ന് രുദ്രവീണ പ്രാർത്ഥിക്കുന്നു. ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ അറിവുകളുമായി നിങ്ങളിലേക്ക് എത്തുന്ന ഈ ചെറിയ ചാനലായ രുദ്രവീണയെ പിന്തുടരാൻ മറക്കില്ലല്ലോ.